എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖാണോ? എല്ലാവരും സുഖമായിട്ട് സന്തോഷമൊക്കെ ആയിട്ട് ഇരിക്കുന്നു വിചാരിക്കണം. നമ്മളോട് അടിപൊളിയായിട്ട് ഇരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നൊരു സൺഡേ ആണ്. അപ്പോൾ സൺഡേ ആയിട്ട് രാവിലെ കുളിച്ച് ഇങ്ങനെ ഒരു ശീലം ഉണ്ട് കേട്ടോ എനിക്ക്. അങ്ങനെ എൻ്റെ സൺഡേ വ്ളോഗ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതിൽ ഞാൻ കാണിക്കാനും വഴി കുറവാണ് കേട്ടോ. ചില കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ എന്താ പറയുക, ഓപ്പൺ അപ്പ് ആവാനായിട്ട് കുറച്ച് സമയം എടുക്കും അല്ലേ. അപ്പോൾ അത് നമ്മൾ നല്ല വൃത്തിയായിട്ട് ചെയ്യുന്നുണ്ടെങ്കിലല്ലേ നമ്മൾ മറ്റുള്ളവരെ കാണിച്ചിട്ട് കാര്യമുള്ളൂ. അപ്പം അത് കാരണം കൊണ്ട് ഞാനത് കറക്റ്റായിട്ട് ചെയ്യാൻ തുടങ്ങുന്ന ഒരു സമയത്ത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് പറയാതിരുന്നിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ സൺഡേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും കുറച്ച് മടിയൊക്കെയുള്ള കുറച്ച് ലേസി ആയിട്ടുള്ള ഒരു ദിവസമായിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ ഞാൻ അങ്ങനെ വലിയ പെർഫെക്റ്റ് ആയിട്ടുള്ള ആളൊന്നുമല്ല. പെർഫെക്റ്റ് ആണെന്ന് ഞാൻ പറയൂല. നമ്മളിങ്ങനെ നമ്മുടെ ഓരോ സാഹചര്യങ്ങളും അല്ലെങ്കിൽ ഓരോ ജീവിതാനുഭവങ്ങളും അല്ലെങ്കിൽ എന്താ പറയുക, ചെറിയ ചെറിയ മാറ്റങ്ങൾ നമുക്ക് ഓരോരോ ഏജ് കഴിയും തോറാണ് വരുന്നത് അല്ലേ ലൈഫിലേക്ക്. ഞാൻ അങ്ങനെയാണ് കേട്ടോ. ഞാൻ എന്താ പറയുക, അങ്ങനെ അഡാപ്റ്റീവായിട്ട് എന്താ പറയുക, ഓരോരോ കാര്യങ്ങൾ പതുക്കെ എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരാളാണ് കേട്ടോ. അപ്പോൾ ഞാനും അങ്ങനെ ഒരു ലേസി ആയിട്ടുള്ള മടി പിടിച്ച് സൺഡേ ഒക്കെ ലേറ്റ് ആയിട്ട് എണീക്കുന്ന ഒരാൾ തന്നെയായിരുന്നു കുറച്ച് നാൾ മുന്നേ വരെ. പക്ഷെ ഇപ്പം അങ്ങനെയല്ല കേട്ടോ. സൺഡേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് കുറച്ചും കൂടിയും സ്പെഷ്യൽ ആയിട്ടുള്ള ദിവസമാണ്. ഇപ്പം ഞാനത് മക്കളെയും കൂടി പഠിപ്പിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പം അതിൽ ചെറിയ സിമ്പിളായിട്ടുള്ള കാര്യമാണ് കേട്ടോ. ഞാൻ എൻ്റെ ഇൻട്രോ കേട്ടിട്ട് ഇതെന്താണോ സംഭവം എന്നൊന്നും വിചാരിക്കേണ്ട. അത്ര വലിയ സംഭവമൊന്നുമല്ല. ചെറിയൊരു മാറ്റം ലൈഫിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനുള്ള സമയപ്പോൾ ഷെയർ ചെയ്യണു എന്നേ ഉള്ളൂ കേട്ടോ. വേറെ ഇതിനകത്ത് വേറെ ഒരു പരിപാടിയും ഇല്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഫോളോ ചെയ്യാം. അതിന് ബെനിഫിറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് മാത്രമേ പറയാനായിട്ട് എനിക്ക് പറ്റുള്ളൂ. അത് നമ്മുടെ അനുഭവത്തിൽ കൂടെ എന്താ പറയുക, അറിയുന്നതല്ലേ നല്ലത് ഞാൻ പറയുന്നതിനെ കഴിഞ്ഞ്. അപ്പം ഞാൻ പറഞ്ഞു തരുന്നത് എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. വേറെ ഒന്നല്ല. സൺഡേ ദിവസങ്ങളിൽ നമ്മൾ സൂര്യഭഗവാനെ തൊഴാറുണ്ട്. ഇതിനെ കുറച്ച് ചിട്ടയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എണീറ്റ് കിടക്കപ്പായെന്ന് എണീറ്റ് പോയിട്ട് ചെയ്യാനൊന്നും പറ്റില്ല. നമ്മൾ രാവിലെ കുളിച്ച് വൃത്തിയായി നല്ല വസ്ത്രമൊക്കെ ഇട്ടതിന് ശേഷം നമ്മളിപ്പോൾ വീട് നാട്ടിലൊക്കെ ആണെങ്കിൽ തുളസിത്താരയും കാര്യങ്ങളൊക്കെയാണ്. തുളസിക്കകത്ത് വെള്ളം ഒഴിക്കരുത് എന്നാണ് പറയുന്നത്. തുളസിക്ക് വെള്ളം ഒഴിക്കുന്നുണ്ടെങ്കിൽ അത് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യണം. സൂര്യനെ നോക്കി വെള്ളം ഒഴിക്കുകയാണെങ്കിൽ അതും സെപ്പറേറ്റ് ആയിട്ട് ചെയ്യണം. അപ്പോൾ അങ്ങനെ ഒരു രീതി ഉണ്ട് കേട്ടോ. സൂര്യഭഗവാനെ നമ്മൾ വന്ദിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഐശ്വര്യവും നമ്മുടെ മക്കൾക്കാണെങ്കിലും ഉന്നതിയും ഉയർച്ചയും നമ്മുടെ ജീവിതത്തിൽ എന്താ പറയുക, ഒരു ശാന്തി സമാധാനമൊക്കെ നമ്മൾ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു ലക്ഷ്യം എന്താ പറയുക, എനിക്കെന്നൊക്കെ പറഞ്ഞ ഒരു സമാധാനവും സന്തോഷമൊക്കെ ഉള്ള ലൈഫ് വേണം എന്നുള്ളത് മാത്രമാണ്. അല്ലാണ്ട് കുറേ പൈസ ഉണ്ടാക്കണം, ലോകം ചുറ്റണം, ഇങ്ങനെയുള്ളതൊന്നുമല്ല കേട്ടോ. എന്താ പറയുക, ഒരു സമാധാനത്തിൽ ജീവിക്കാനുള്ള അന്തരീക്ഷം ഉണ്ടാവണം എന്നുള്ളത് മാത്രമാണ്. വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം കേട്ടോ. ഞാനത് നിർബന്ധമായിട്ടും പറയുമെന്നല്ല, എൻ്റെ ഒരു വിശ്വാസപ്രകാരം ഞാൻ ചെയ്യുന്ന ഒരു കാര്യം നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ രാവിലെ ഉണ്ടല്ലോ എണീറ്റ് കുളിച്ച് വൃത്തിയായത് ഇതുപോലെ ഞാൻ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞ്. ഇത് നട്ടുച്ചയ്ക്കൊന്നല്ല ചെയ്യേണ്ടത്. സൂര്യൻ ഉദിച്ച് ഇപ്പോൾ ഒരു 6 മണിക്കൊക്കെ ഉദിക്കുകയാണെങ്കിൽ ഒരു 7 മണി 7:30 ഉള്ളിൽ ചെയ്യണം കേട്ടോ. അങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി. 1-1.5 മണിക്കൂർ, അതായത് ശക്തമായിട്ടുള്ള ചൂട് വരുന്നതിന് മുന്നേ ആയിട്ട് ചെയ്യണം കേട്ടോ. ഞാനത് ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഞാൻ തനുക്കുട്ടി ഇച്ചിരി ലേറ്റ് ആയിട്ടാണ് ഉണർന്നത്. അത് ചെറിയ കുട്ടിയല്ലേ, എന്നാലും കുഴപ്പമില്ല, ഞാൻ ഇതൊക്കെ പഠിപ്പിക്കുന്നുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അവൾ ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ രാവിലെ എണീറ്റ് ഇതുപോലെ കുളിച്ച് വൃത്തിയായതിന് ശേഷം നമുക്ക് ഒരു ചെമ്പ് കുടമാണ് ഇതിന് സാധാരണ യൂസ് ചെയ്യേണ്ടത്. ഇല്ലെങ്കിൽ നമുക്കൊരു കിണ്ടി എടുക്കാം. നമ്മൾ അതിൽ വെള്ളം എടുക്കുമല്ലോ, കുഴപ്പമൊന്നുമില്ല. ചെമ്പ് കുടമാണ് വേണ്ടത്. എൻ്റെ കയ്യിൽ ഇല്ലാത്ത കാരണം കൊണ്ട് ഞാൻ കിണ്ടിയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ സാധാരണ പിച്ചളൻ്റെ കിണ്ടിയില്ലേ, അത് കേട്ടോ. ചെമ്പുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. അപ്പോൾ അതിനകത്ത് വെള്ളം നിറച്ചിട്ട് നമ്മൾ ഒന്നല്ലെങ്കിൽ സൂര്യൻ്റെ നേരെ കിഴക്കോട്ട് തിരിഞ്ഞ് നിന്നിട്ട് തൊഴുത് ആ വെള്ളം നമ്മൾ ഒഴിക്കണം. ഓക്കെ, സൂര്യനെ നോക്കി ഒഴിക്കണം. അപ്പോൾ വെള്ളത്തിൻ്റെ ഉള്ളിൽ കൂടെയുള്ള ആ ഒരു റേസ് ഇല്ലേ, നമുക്ക് നമ്മുടെ ശരീരത്തിലേക്ക് അടിക്കുന്നത് നമുക്ക് ഭയങ്കര നല്ലതാണ് കേട്ടോ. നല്ല ഐശ്വര്യവും സമാധാനവും എല്ലാം കൊണ്ട് ഒരു നല്ല പോസിറ്റിവിറ്റി നമുക്ക് നമ്മുടെ ലൈഫിലേക്ക് നിറയ്ക്കാനായിട്ട് നല്ലതാണ്. അപ്പോൾ അങ്ങനെ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ സൂര്യനെ തൊഴും മുന്നേ ഞാൻ തുളസി ചെടിക്ക് 3 പ്രാവശ്യം വലം വെച്ച് വെള്ളം ഒഴിക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. അതാണ് എൻ്റെ ഒരു രീതി കേട്ടോ. അല്ലെങ്കിൽ ഡയറക്റ്റ് സണ്ണിൽ ഒഴിക്കുകയാണെങ്കിൽ ആ സണ്ണിൽ നമ്മളിങ്ങനെ ഒഴിക്കുന്ന ആ വെള്ളം ഉണ്ടാവില്ലേ, അത് നമ്മൾ ചവിട്ടാനായിട്ട് പാടില്ല. അപ്പം അത് കാരണം കൊണ്ടാണ് ഞാൻ തുളസി ചെടിക്ക് ഒഴിക്കുന്നത്. പക്ഷെ സണ്ണിനെ മനസ്സിൽ വിചാരിച്ചിട്ട് തുളസി ചെടിക്ക് വെള്ളം ഒഴിക്കാനായിട്ട് പാടില്ല. നമ്മൾ സണ്ണിന് വിചാരിച്ച് ചെയ്യുകയാണെങ്കിൽ ഒന്നല്ലെങ്കിൽ നമുക്കൊരു പാത്രം താഴെ ബക്കറ്റോ
അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാത്രം താഴെ വെച്ചിട്ട് വെള്ളം നിലത്ത് ചവിട്ടാൻ പാടില്ല. അല്ലെങ്കിൽ നമ്മളൊരു ചെടിയുടെ അടുത്ത് നിന്നിട്ട് ഒഴിക്കുകയാണെങ്കിൽ പോലും ചവിട്ടാനുള്ള ഒരു, അല്ലെങ്കിൽ മറ്റുള്ളവർ ചവിട്ടാനുള്ള ഒരു വഴി ഉണ്ടാവരുത്. അത് നല്ലതല്ല കേട്ടോ. അപ്പം അപ്പോൾ അങ്ങനെ ചെയ്യാം. നോക്കി വെള്ളം ഒഴിക്കുക, എന്നിട്ട് ഭഗവാനെ പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു പോരുക. ഇതാണ് ചെയ്യേണ്ടത്. അത് ഞാൻ ചെയ്യാറുണ്ട്. അപ്പം മോളോട് ഞാൻ എന്താ പറഞ്ഞു കൊടുത്തതെന്ന് വെച്ചാൽ, അവൾ ചെറിയ കുട്ടിയല്ലേ, വെള്ളമൊക്കെ ചിലപ്പം ചവിട്ടിന്നൊക്കെ വരും. അപ്പം അത് കാരണം കൊണ്ട് തുളസി ചെടിക്ക് ആദ്യം വെള്ളം ഒഴിച്ചതിന് ശേഷം സണ്ണിനെ പ്രാർത്ഥിക്കാനാണ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് കേട്ടോ. അത് ചെയ്യുന്നത് വഴി നമുക്ക്, ഞാൻ പറയട്ടെ, നമ്മളൊരു സൂര്യൻ്റെ ദിവസം എന്ന് പറയുന്നത്, ആഴ്ചയിൽ 7 ദിവസം ഉണ്ടെങ്കിലും സൂര്യൻ്റെ ദിനം എന്ന് പറയുന്നത് സൺഡേ ആണ്. നമ്മൾ ഹിന്ദിക്കകത്തും ഒക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ, രവിവാർ എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? രവി എന്ന് വെച്ചാൽ സൂര്യൻ എന്നാണ് അർത്ഥം. അപ്പോൾ സൺഡേ ആണ് സൂര്യനെ ഇതുപോലെ പ്രാർത്ഥിക്കേണ്ട ദിവസം കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ എല്ലാ ദിവസവും ചെയ്താൽ അത്രയും നല്ലതാണ്. അപ്പോൾ എല്ലാ ദിവസവും എനിക്ക് അത്രയും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. കാരണം എന്താ വെച്ചാൽ രാവിലെ എണീറ്റ് കുളിച്ച് ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് മക്കളെ സ്കൂളിലേക്കൊക്കെ പറഞ്ഞു വിടണ്ടേ. അപ്പം അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ എന്നാലും ഞാൻ പോകെ പോകെ എല്ലാ ദിവസവും ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം സൺഡേ മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ എണീറ്റ് കുളിച്ച് വൃത്തിയായി ഭഗവാനെ തൊഴുതതിന് ശേഷം ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഫലം നമുക്ക് എന്തായാലും കിട്ടും കേട്ടോ. നിങ്ങളിത് ചെയ്ത് നോക്കിക്കോ. ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഇന്ന് തൊട്ടോ അല്ലെങ്കിൽ ഈ അടുത്ത സൺഡേ തൊട്ടോ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് നോക്ക്. കുറേ കഴിയുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് അതിൻ്റെ ഫലം കിട്ടാനായിട്ട് തുടങ്ങും. നമുക്ക് ഞാനിപ്പോൾ നല്ല പീസ്ഫുള്ളായിട്ടുള്ള ഒരു ലൈഫാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ സമാധാനത്തിലും സന്തോഷത്തിലും ഒക്കെയാണ്. അപ്പം അതിനൊക്കെ എൻ്റെ ഒരു വിശ്വാസമാണ് കേട്ടോ, ഇങ്ങനത്തെ ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നതും. കുറച്ചും കൂടിയും ദൈവത്തിലേക്ക് കുറച്ചും കൂടി നമ്മൾ അടുക്കും തോറും ഉണ്ടല്ലോ നമുക്ക് കുറേ സമാധാനം, നമ്മൾ വളരെ കാമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് പറ്റും കേട്ടോ. നമുക്ക് ആരോടും വിരോധമോ വിദ്വേഷമോ അല്ലെങ്കിൽ ആരോടും ഒന്നിനും ഞാൻ പോകാറില്ല. വഴക്കിനോ വക്കണത്തിനോ ഒന്നിനും ഞാൻ പോകാറില്ല. ഞാനും ശരത്തേട്ടൻ തമ്മിൽ പോലും വഴക്കുണ്ടാകുന്നത് വളരെ 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 കുറവാണ്. ഞാൻ ഭയങ്കര ദേഷ്യം വരുന്ന ഒരാളാണ്. പക്ഷെ ഇപ്പം ഉണ്ടല്ലോ ഭയങ്കര കൂളായിട്ട് നല്ല പീസ്ഫുള്ളായിട്ട് പോകുന്ന ഒരു ലൈഫാണ് കേട്ടോ ഞങ്ങളുടെ. അപ്പം അതിനൊക്കെ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ മനസ്സ് അസ്വസ്ഥമാവുമ്പോഴാണ് നമുക്ക് നമ്മുടെ നാക്കിൽ അതൊക്കെ വേണ്ടാത്തൊക്കെ വരും, നമ്മൾ വിളിച്ച് പറയുകയൊക്കെ ചെയ്യുന്നത് അല്ലേ. നമ്മുടെ മനസ്സ് ശാന്തമായിട്ട് മുന്നോട്ട് പോകുകയാണെങ്കിൽ നമ്മൾ അതേപോലെയുള്ള ഒരു മൈൻഡ് സെറ്റിലേക്ക് മാറും. അപ്പം ആ ഒരു മൈൻഡ് സെറ്റ് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ കുറച്ച് എഫേർട്ട് നമ്മുടെ ഭാഗത്തുനിന്നും കൂടി ഉണ്ടായിരിക്കണം. ഒരുപാട് ബഹളത്തിനും അതിനൊന്നും ഞാൻ പോവാറില്ല കേട്ടോ. എന്താ പറയുക, ഞാൻ എത്ര പെർഫെക്റ്റ് ആണ് എന്നൊന്നല്ല ഞാൻ പറയുന്നത്. മിസ്റ്റർ പെർഫെക്റ്റ് ആണ് അങ്ങനത്തെ ഒരു ലേബൽ എനിക്ക് ആവശ്യമില്ല. എനിക്ക് ശരി എന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ കേട്ടോ. ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് എൻ്റെ ഭാഗത്തൊരു ശരി ഉണ്ടായിരിക്കും. ആർക്ക് എഗെയിൻസ്റ്റ് ആയിട്ടൊന്നും ഞാൻ ഒന്നും ചെയ്യാറില്ല. ആരെയും ദ്രോഹിക്കാനും പോകാറില്ല, കൂടുതൽ സ്നേഹിക്കാനും പോകാറില്ല, കൂടുതൽ വിശ്വസിക്കാനും പോകാറില്ല. ഞാൻ എന്നെ സന്തോഷിപ്പിച്ച് എൻ്റെ കുടുംബത്തെ നോക്കി മാത്രം മുന്നോട്ട് പോകുന്ന ഒരാളാണ് കേട്ടോ. അപ്പോൾ അതിലിപ്പോൾ എല്ലാവരും എന്താ പറയുക, നമ്മളെ ഇഷ്ടപ്പെടുന്നവരും ഉണ്ടായിരിക്കും, നമ്മളെ ഇഷ്ടപ്പെടാത്ത ആൾക്കാരും ഉണ്ടായിരിക്കും അല്ലേ. നമുക്ക് അതിനൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല. നമ്മുടെ ലൈഫ് കൊണ്ട് നമ്മൾ ഒരു പാപമോ തെറ്റോ ചെയ്യാണ്ടിരിക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. അറിഞ്ഞുകൊണ്ട് ചെയ്യാണ്ടിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അഥവാ തെറ്റുകളൊക്കെ നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും നമ്മുടെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള വഴിയിൽ നമ്മൾ എന്താ പറയുക നല്ല രീതിയിൽ പോവുകയാണെങ്കിൽ ആ ഒരു ചെയ്ത തെറ്റോ അല്ലെങ്കിൽ കുറ്റബോധം ഉണ്ടെങ്കിൽ അത് ദൈവം പൊറുക്കുമെന്നാണല്ലോ പറയുന്നത്. അപ്പം അത് കാരണം കൊണ്ട് ഇപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചധികം നാളുകളായിട്ട് ഞാൻ അറിഞ്ഞുകൊണ്ട് ആരെയും ഞാൻ അങ്ങനെ അറിഞ്ഞുകൊണ്ട് ഇതുവരെയും ദ്രോഹിച്ചിട്ടോ പറഞ്ഞിട്ടോ ഒന്നുമില്ല. പക്ഷെ തെറ്റുകളൊക്കെ നമുക്ക് സംഭവിക്കില്ല. നമ്മുടെ ഭാഗത്തും ഉണ്ടായിരിക്കും തെറ്റും എല്ലാം ഉണ്ടായിരിക്കും, പാകപ്പഴകളും ഒക്കെ ഉണ്ടായിരിക്കും നമ്മുടെ ലൈഫിൽ. അതൊക്കെ എന്താ പറയുക, ലൈഫ് കൊണ്ട് മാറ്റം തിരുത്തി മുന്നോട്ട് പോകണം എന്നാഗ്രഹിക്കുന്ന ഒരാളാണ് കേട്ടോ ഞാൻ. ആരെയും ദ്രോഹിക്കാൻ പോകാറില്ല. ആരെയും എന്താ പറയുക അറിഞ്ഞുകൊണ്ടൊന്നും ആർക്കും ഞാൻ തെറ്റൊന്നും ചെയ്യാറില്ല. ഇപ്പം എല്ലാവരെയും സന്തോഷിപ്പിച്ച് ജീവിക്കാൻ എനിക്ക് പറ്റില്ലല്ലോ. അപ്പോൾ അത് കാരണം കൊണ്ട് എൻ്റെ ശരി എന്ന് വിശ്വസിക്കുന്ന കാര്യങ്ങളിലൂടെ മുന്നോട്ട് പോകുന്ന ഒരാളാണ് കേട്ടോ ഞാൻ. അത് ശരത്തേണ്ണും നന്നായിട്ട് അറിയാം. അതുകൊണ്ട് എന്നെ ഒരു കാര്യത്തിനും നോ പറയേ അല്ലെങ്കിൽ നീ ചെയ്തത് തെറ്റാണെന്ന് പറയുക ഒന്നും ചെയ്യാറില്ല കേട്ടോ. എൻ്റെ ഒരു കാര്യത്തിലും അങ്ങനെ ഇടപെടാറുമില്ല. ഞാൻ അങ്ങനെ തിരിച്ചും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല പീസ്ഫുള്ളായിട്ടുള്ള ലൈഫാണ് മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 10 വർഷമായില്ലേ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട്. ഞാൻ പറയില്ലേ, തുടക്കത്തിലൊക്കെ കുറച്ച് പൊട്ടിത്തെറികളും കുറച്ച് മിസ്അണ്ടർസ്റ്റാൻഡിങ്സും ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും പോകെ ഞങ്ങൾ തമ്മിലുള്ള ഒരു ബോണ്ട് വർദ്ധിപ്പിക്കാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. അത് മെയിൻലി നമ്മുടെ മനസ്സ് ശാന്തമാക്കി വെച്ചാൽ മാത്രം മതിയാവും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ ചെയ്യുന്നത്. ഒക്കെ വളരെ ചെറിയ നിസ്സാരമായിട്ടുള്ള നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളാണല്ലേ. അപ്പോൾ എന്താ പറയുക,
കുറച്ച് ഭക്തിയും ദൈവഭയവും ഒക്കെ നല്ലതാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതുകൊണ്ട് ഞാൻ പറഞ്ഞെന്നുള്ളൂ, ചെയ്യേണ്ടവർക്ക് ചെയ്യാം. ഇപ്പം ഞാൻ തനുക്കുട്ടി ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അവൾക്ക് പെർഫെക്റ്റ് ആയിട്ടൊന്നും ചെയ്യാൻ അറിയില്ല. എന്നാലും ഞാൻ ഒരു ദിവസം കുറച്ച് നേരത്തെ എണീറ്റിട്ട് ചെയ്യുന്ന ദിവസം നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. എന്നാൽ ഇന്ന് തനുക്കുട്ടി ചെയ്യുന്നത് ഞാൻ കാണിക്കാം കേട്ടോ. അവളവിടെ എണീറ്റ് കുളിച്ച് റെഡി ആയിട്ട് നിൽപ്പുണ്ട്. നമുക്ക് വിളിച്ചുകൊണ്ട് വരാം. ഞാൻ വിളിച്ചു കൊണ്ടുവരാൻ പോകേണ്ട ആവശ്യമൊന്നും വന്നില്ലായിരുന്നു. ഞാൻ നോക്കിയപ്പോൾ ആൾ താഴത്ത് റെഡി മണിയായിട്ട് നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. കയ്യിൽ കിണ്ടിയിൽ വെള്ളമൊക്കെ എടുത്തിട്ട് റെഡി ആയിട്ട് നിൽപ്പുണ്ടായിരുന്നു. ഒരു കുഞ്ഞി ചിരിയൊക്കെ ചിരിച്ചിട്ട് ദേ മേലേക്ക് കയറി വരുന്നുണ്ട് കേട്ടോ തനുക്കുട്ടി. ഇപ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം ഞാൻ ഇവരെ നിർബന്ധിച്ച് ചെയ്യിപ്പിച്ച് അങ്ങനെ ഞാൻ ചെയ്യാറില്ല കേട്ടോ. അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യട്ടെ എന്ന് മാത്രമേ കരുതാറുള്ളൂ. ഞാൻ ചെയ്യുന്നത് കണ്ടിട്ട് തനുക്കുട്ടിക്ക് ഇൻട്രസ്റ്റ് തോന്നിയിട്ടാണ് പല കാര്യങ്ങളും ഞാനും ചെയ്തോട്ടെ അമ്മേ എന്ന് ചോദിക്കാറുള്ളത് കേട്ടോ. അപ്പോൾ അതാ വെള്ളം എടുത്തുകൊണ്ട് വന്നത് അവളൊരു തുളസിക്കതിര് നുള്ളി അതിലിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൽ തെറ്റുപറ്റിയൊരു കാര്യം എന്ന് വെച്ചാൽ തനുക്കുട്ടിയുടെ കാലിൽ സ്ലിപ്പർ കിടക്കുന്നുണ്ടായിരുന്നു. അത് ഇടാനായിട്ട് പാടില്ല കേട്ടോ. ചെരുപ്പ് ഒരിക്കലും ധരിച്ചുകൊണ്ട് ഇത് ചെയ്യാൻ പാടില്ല. ഞാനായിട്ട് അന്ന് ശ്രദ്ധിച്ചില്ലായിരുന്നു. വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ഞാനത് കാണുന്നത് കേട്ടോ. സോ സോറി. അവൾക്കിട്ട് അറിയില്ല, ഒരു ചെറിയ കുട്ടിയല്ലേ. 3 7 തവണ നമുക്ക് ഈ തുളസീനെ വലം വയ്ക്കാം. നമുക്ക് കുറേശ്ശെ വെള്ളം അതിൽ തളിച്ചു കൊടുക്കാം. ബാക്കിയുള്ള വെള്ളം നമ്മൾ ഈ തുളസിയുടെ തൈയിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇല്ല നിങ്ങൾ ഡയറക്റ്റ് സണ്ണിനെ നോക്കിയിട്ടാണ് വെള്ളം ഒഴിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ വെള്ളത്തിൽ ചവിട്ടാനോ ഒന്നും പാടില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു ചെടിയുടെ മരത്തിൻ്റെ അടുത്ത് നിന്നിട്ട് നിങ്ങൾക്ക് കിഴക്കോട്ട് തിരിഞ്ഞ് നിന്നിട്ട് ഇതേ കാര്യം തന്നെ ചെയ്യാൻ പറ്റും. പക്ഷേ ആ വെള്ളത്തിൽ നമ്മളോ മറ്റുള്ളവരോ ചവിട്ടരുത്. അതുകൊണ്ടാണ് ഞാൻ തുളസീനെ ആദ്യം വെള്ളം ഒഴിച്ചത് കേട്ടോ. അതാകുമ്പോൾ ചവിട്ടില്ലല്ലോ. അത് കഴിഞ്ഞതിന് ശേഷം മാത്രം സൂര്യനെ നോക്കിയിട്ട് ഓം സൂര്യദേവായ നമോന്നോ അങ്ങനെ മന്ത്രം ചൊല്ലാം. അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ ആദിത്യ ഹൃദയ മന്ത്രം അറിയാവുന്നവരുണ്ടെങ്കിൽ അത് ചൊല്ലാം. എന്നിട്ട് പ്രാർത്ഥിക്കുക. തുളസീനെയും തൊട്ട് തൊഴാനായിട്ട് മറക്കരുത് കേട്ടോ. ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് കാര്യത്തിന് തുടക്കം കുറിക്കുകയാണെങ്കിലും നമ്മുടെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിലും ഒക്കെ വളരെ പോസിറ്റീവായിട്ടും വളരെ എനർജറ്റിക്കായിട്ടും കാര്യങ്ങൾ നടന്നു പോകാനും ഒരു പോസിറ്റിവിറ്റി, നമുക്കൊരു വലയം നമ്മുടെ ചുറ്റിനൊരു ഓറ ഉണ്ട് എന്നല്ല പറയുന്നത്. അതിലേക്ക് പോസിറ്റീവ് എനർജി മാത്രം കടന്നു വരാനും നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഒരുപാട് ചേഞ്ചസ് ഉണ്ടായിരിക്കും കേട്ടോ. താല്പര്യമുള്ളവർക്ക് ചെയ്ത് നോക്കാം. ഇന്ന് നോക്കിയേ, നല്ല കട്ട ചെമ്പരത്തി, ഉണ്ട ചെമ്പരത്തി എന്നല്ലേ ഇതിനെ പറയാ. നല്ല ഉണ്ട ചെമ്പരത്തി ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഇന്ന്. നല്ല രസമല്ലേ കാണാനായിട്ട്. ഇത് രസമല്ലേ. രാവിലെ ഇച്ചിരി വെയിലൊക്കെ വന്നിട്ടുണ്ട്. ചെടികളും പൂക്കളും ഒക്കെ ആയിട്ട്. ഇവർക്ക് ഞാൻ കുറച്ച് ദിവസമായിട്ട് വളമൊന്നും ചെയ്തിട്ടില്ല. അതൊക്കെ ഇട്ട് കൊടുക്കണം. നല്ല രസമുണ്ടല്ലേ കാണാൻ. തനുക്കുട്ടി, ഇത് എന്താ പൂവാ? എന്താ പേര്? അഡീനിയം. നിറയെ പൂവുണ്ടാവാൻ തുടങ്ങി കേട്ടോ അഡീനിയത്തിൽ. ഇത് എന്ത് കളറാ മോനെ? പിങ്ക് കളർ. തനുക്കുട്ടിയുടെ ഉടുപ്പും പൂവിൻ്റെ കളറും ഒന്നാണല്ലോ അല്ലേ? തനുക്കുട്ടിക്ക് ഇഷ്ടമാണോ ചെടിയൊക്കെ? നല്ല ഇഷ്ടാ. എവിടെ പിങ്ക്? ഓ, അതും പിങ്ക് ആണല്ലോ. ദാ ഇവിടെ ഉണ്ടല്ലോ പിങ്ക്. ബോഗൻവില്ല. ദേ ഇവിടെ നോക്കിക്കേ, ബോഗൻവില്ല. താഴെ പോവാം. ശരി, വരൂ. അതെടുത്തോളൂ, കിണ്ടി എടുത്തോളൂ. ഇപ്പോൾ സമയം രാവിലെ ഒരു 11:30-11:45 ഒക്കെയാണ് കേട്ടോ. ഏകദേശം 12 മണിയൊക്കെ ആവുന്നതേ ഉള്ളൂ. അപ്പൊ നമ്മള് ലഞ്ചിന്റെ പ്രിപ്പറേഷനൊക്കെ ഇവിടെ നടക്കുന്നുണ്ടായിരുന്നു. ഞാൻ ചോറൊക്കെ വെച്ചു, പിന്നെ മോര് കാച്ചിയതുണ്ട്. എന്നാലും എന്തെങ്കിലും ഒരു സ്പെഷ്യൽ സൺഡേ പ്രമാണിച്ച് നമ്മൾ ഉണ്ടാക്കാറുണ്ടല്ലോ. ചിലപ്പോൾ നോൺ വെജ് ആയിരിക്കും, ചിലപ്പോൾ നോൺ വെജ് ആയിരിക്കില്ല, ചിലപ്പോൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇവിടെ എന്താണെങ്കിലും ഇന്നലെ നമ്മൾ മട്ടൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കാരണം കൊണ്ട് ഇന്ന് പ്രത്യേകിച്ച് നോൺ വെജ് ഒന്നും കുക്ക് ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ തനുക്കുട്ടി കുറച്ച് ദിവസം കൊണ്ട് പറയണം അവൾക്ക് കപ്പ വേവിച്ചത് വേണം. കപ്പ, അതായത് ഇപ്പം കോട്ടയത്തൊക്കെ പറയുകയാണെങ്കിൽ കപ്പ വേവിച്ച് ഉടയ്ക്കാന്ന് പറയില്ലേ, കപ്പ കുഴച്ചത് എന്നോ അങ്ങനെയൊക്കെ പറയും. തൃശ്ശൂർ ഭാഗത്ത് നിന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ വീട്ടിലത്തെ കാര്യമാണ് എനിക്ക് തൃശ്ശൂർ എന്ന് പറഞ്ഞിട്ട് പറയാനായിട്ട് അറിയില്ല. നമ്മളിവിടെ അങ്ങനെ കുഴയ്ക്കുന്ന പരിപാടിയൊന്നും ഇല്ല. നമ്മൾ പുഴുങ്ങിയെടുക്കുകയാണ് ചെയ്യുന്നത്. കപ്പ വേവിച്ച് കഷ്ണങ്ങളായിട്ട് ഇത്രയും 3 പീസുകളായിട്ട് മുറിച്ച് വേവിക്കുകയാണ് നമ്മൾ ചെയ്യുക. പക്ഷെ ഞാൻ കോട്ടയത്തൊക്കെ വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം കാണാനായിട്ട് തുടങ്ങിയത് കേട്ടോ. അപ്പൊ അവരുടെ എക്സാക്ട് കോപ്പി എന്നല്ല ഞാൻ ചെയ്യുന്നത്. എൻ്റെ അടുക്കള എന്ന് പറയുന്നത് എൻ്റെ റെസിപ്പീസ് ആണ്. അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടതായിരിക്കും, ചിലപ്പോൾ ഫേസ്ബുക്കിൽ കണ്ടതൊക്കെ ആയിരിക്കും ഞാൻ പരീക്ഷിച്ച് നോക്കുന്നുണ്ടായിരിക്കാം. അങ്ങനെയുള്ളതൊക്കെ ഞാൻ പറയാറുണ്ട്. അല്ലാതെ നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ
നമ്മുടെ അടുക്കളയിൽ നിന്ന് നമുക്ക് നമ്മുടെ അറിവിൽ ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ. അതിനെ നമുക്കൊരു എന്താ പറയാ അവരുടെ ഇവരുടെ എന്നൊന്നും പറഞ്ഞ് അങ്ങനെ ഞാൻ പറയാറില്ല. അപ്പൊ അത് കാരണം കൊണ്ട് ഞാൻ അവിടെ കണ്ടിട്ടുള്ള രീതി ഞാനൊന്ന് ജസ്റ്റ് പറഞ്ഞു എന്നുള്ളതല്ല, അങ്ങനെ അതാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്നുള്ളത് കേട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ കപ്പയൊക്കെ, കപ്പ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ അവിടെ കൊള്ളി എന്നാണ് പറയുന്നത്. കൊള്ളി ശരത്തേട്ടനാണ് കേട്ടോ എനിക്ക് എപ്പോഴും ക്ലീൻ ചെയ്ത് ഇതുപോലെ കട്ട് ചെയ്തൊക്കെ തരുന്നത്. എനിക്ക് അത്രയും വശമൊന്നുമില്ല, അറിയാണ്ടൊന്നല്ല. എന്നാലും പൊതുവെ ഇവിടെ ചക്ക, കൊള്ളി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ, ഹെവി സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ശരത്തേട്ടനാണ് എനിക്ക് ഇതൊക്കെ ചെയ്തു തരുന്നത്. അപ്പൊ അതേപോലെ തന്നെ ഇത് നന്നായിട്ട് കട്ട് ചെയ്തൊക്കെ വെച്ച് തന്നിട്ടുണ്ട്. ഞാൻ കുട്ടികളെ പഠിപ്പിക്കായിരുന്നു കേട്ടോ. അവർക്ക് എക്സാം ഒക്കെ വരുന്നുണ്ട്, ഫസ്റ്റ് യൂണിറ്റിന്റെ പോർഷൻ എക്സാം ഒക്കെ വരികയാണ്. അപ്പൊ അത് കാരണം കൂടെ അതിന്റെ ചെറിയ പഠനം നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ വീട്ടിൽ. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഇത് മാത്രമേ എനിക്ക് ചെയ്യാനായിട്ടുള്ളൂ. മട്ടൻ ഇരിപ്പുണ്ടല്ലോ, പിന്നെ ചെറിയ അല്ലറ ചില്ലറൊക്കെ ചെയ്ത് വെച്ച് ഇതിൻ്റെ ഇടയിൽ കൂടെ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഇതാണ് കേട്ടോ. അപ്പൊ ഇത് ആദ്യം വേവിക്കാൻ വെക്കണം. ഇതിനകത്ത് ആദ്യം വേവിച്ച വെള്ളം കളയണം, അതിന് എന്തോ വിഷാംശം ഉണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമ്മുടെ അവിടെയൊക്കെ അങ്ങനെ അങ്ങോട്ടൊക്കെ ചെയ്യാറൊന്നുമില്ല, എന്നാലും ഞാൻ പൊതുവെ അപ്പൊ അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പൊ ഞാനിപ്പോ എന്താണെങ്കിലും കപ്പതേ നന്നായിട്ട് വേവിച്ചെടുക്കാൻ പോവാം. അപ്പൊ അത് സെപ്പറേറ്റ് വെള്ളത്തിലാണ് വേവിച്ചെടുക്കുന്നത്. അത് കഴിഞ്ഞ് ഇത് ഊറ്റി കളഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ഒന്നും കൂടിയും അതിന്റെ വേവിച്ചെടുക്കാം കേട്ടോ. ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, നല്ലപോലെ വെള്ളം ഒഴിക്കുന്നുണ്ട്, ഇത് ഊറ്റി കളയാനുള്ളതല്ലേ. ഇതിനാവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പാത്രത്തിലാണ് ചെയ്യുന്നത്. നമ്മുടെ കലവും ചട്ടിയൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ചെയ്താൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. ഇതിപ്പോ ഇനി ഇത്രയും വലിയ പാത്രം എടുത്താലേ ഇന്ന് ഞാൻ തന്നെ അല്ലെങ്കിൽ ശരത്തേട്ടൻ തന്നെ പാത്രമൊക്കെ കഴുകി വെക്കേണ്ടി വരും. ഇന്ന് നമുക്ക് ജോലിക്ക് ആള് വരുന്ന ദിവസമല്ല. അപ്പൊ അത് കാരണം കൊണ്ട് പരമാവധി പാത്രം കുറച്ചേ നമ്മൾ ഉപയോഗിക്കുള്ളൂ കേട്ടോ. അപ്പൊ അത് കാരണം കൊണ്ട് ഈ പാത്രത്തിൽ തന്നെ ഞാൻ വേവിക്കാൻ വെക്കുകയാണ്. ഇതെല്ലാം കഴുകിയിട്ടാണ് ഞാൻ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഇതിനകത്ത് ഞാൻ ഉപ്പും കാര്യങ്ങളൊന്നും ഇടുന്നില്ല, കാരണം ഇത് നമുക്ക് ഊറ്റി കളയാനുള്ള വെള്ളമാണല്ലോ, അത് കാരണം കൊണ്ട് കേട്ടോ. ഇതിവിടെ സെറ്റ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു തേങ്ങേന്റെ അരപ്പ് പോലെ ഉണ്ട്. അതായത് തേങ്ങയും കുറച്ച് ഞാനൊരു നുള്ളു ജീരകവും പിന്നെ ചെറിയുള്ളിയും പച്ചമുളകും മഞ്ഞൾപ്പൊടിയും കറിവേപ്പിലയാണ് ഞാൻ ഇടാറുള്ളത്. അത് നമുക്ക് തയ്യാറാക്കാം കേട്ടോ. ഞാനൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു വന്നപ്പോഴത്തേക്കും നമ്മുടെ കൊള്ളിയില്ലേ അതങ്ങ് തിളച്ചു വന്നു. 5 മിനിറ്റ് വേണ്ടു കേട്ടോ. ഞാനിത് ഓഫ് ചെയ്യാണ്. ആദ്യം ഈ തിളച്ച് വരുന്നതാണ് നമ്മൾ ഊറ്റി കളയേണ്ടത്. എന്നിട്ട് നമുക്ക് വേവ് ഒന്നും കൂടി ആവശ്യം ഉണ്ടാവുമല്ലോ, എന്നിട്ട് നമുക്ക് ഒന്നുകൂടി വേവിച്ചിട്ട് എടുക്കാം കേട്ടോ. അപ്പൊ ഞാൻ ഊറ്റി കളഞ്ഞിട്ട് വരാം. അപ്പോളേ ഞാൻ വെള്ളമൊക്കെ അങ്ങ് ഊറ്റി കളഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഒന്നുകൂടി ഞാൻ കഴുകി എടുത്തോട്ടെ, ഇനി വിഷമൊക്കെ ഉണ്ടെങ്കിൽ പൊക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. എന്നിട്ട് ഞാൻ കപ്പ വീണ്ടും ഒന്നുകൂടി വേവിക്കാൻ പോവാണ് കേട്ടോ. അപ്പൊ ഈ സമയത്താണ് ഞാൻ കല്ലുപ്പ് തന്നെ നിങ്ങൾ ചേർക്കണേ. പൊടിയുപ്പിനെ കഴിഞ്ഞാൽ എന്തുകൊണ്ടും നല്ലത് കല്ലുപ്പാണ് കേട്ടോ. കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ മഞ്ഞൾ കളർ ഇഷ്ടമില്ലേ, ആ മഞ്ഞ, അത് ഇഷ്ടമാണെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത്, ഞാനൊരു കുറച്ച് ചേർക്കുന്നുണ്ട് കേട്ടോ. ഒരു നുള്ള് മഞ്ഞൾപ്പൊടി കൂടിയും തോന്നുന്നുണ്ട്. അപ്പൊ ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടിയും ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇതങ്ങ് വേവിച്ചെടുക്കാൻ പോവാണ്. അപ്പോ ഇത് വേവിക്കുന്നതിന്റെ കൂട്ടത്തില് ഞാൻ ഒരു പച്ചമുളക് ആഡ് ചെയ്യാറുണ്ട് കേട്ടോ. നമ്മുടെ വീട്ടിലുണ്ടായ പച്ചമുളകാണ് കേട്ടോ, നല്ല എരിവാണ്. അപ്പം എന്താ കേട്ടോ, ഇങ്ങനത്തെ പച്ചമുളകില്ലേ, ഇതിന് എന്ത് കളറാ, വെള്ളയുമല്ല പച്ചയും അല്ലാത്തൊരു കളർ കേട്ടോ. ഇതാണ് നമ്മുടെ വീട്ടിലുണ്ടാവുന്ന പച്ചമുളക്. ഇതാണ് ഇട്ടത് കേട്ടോ, നല്ല എരിവുണ്ടായിരിക്കും. അതും കൂടി ഇട്ടിട്ട് അങ്ങ് ഒന്നും കൂടി വേവിച്ചെടുക്കാൻ പോവാണ് കേട്ടോ. എന്നിട്ട് ബാക്കിയുള്ള വെള്ളം ഞാൻ അങ്ങ് ഊറ്റിക്കളയും. നമ്മളിപ്പം കുക്കറിലൊക്കെ അടിക്കുകയാണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും. കുക്കർ ഞാൻ കഴുകണ്ടേ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ തന്നെ അങ്ങ് വേവട്ടെ, സമയം ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. വിചാരം കുറെ കൂടുന്നുണ്ട് അല്ലെ, കുറെ ആയി വിചാരിച്ചിട്ട് ഇത് പറയുന്നു. അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു അരപ്പില്ലേ, അരപ്പല്ല അരക്കൊന്നുമില്ല, ചതച്ചെടുക്കും നമ്മൾ. ആ ഒരു ചതച്ചെടുക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. തേങ്ങ നല്ലപോലെ ചേർത്ത്, എനിക്ക് നല്ലപോലെ തേങ്ങ ചേർക്കുന്നത് ഇഷ്ടമാണ്. അത് കാരണം കൊണ്ട് ഞാൻ തേങ്ങ കുറച്ച് അധികം ചേർക്കുന്നുണ്ട്. ഒരു 2-3, ഇത് കുറച്ച് കൊള്ളിയുള്ള ഏകദേശം 1 കിലോ ആയിരുന്നു ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഒരുപാട് കഴിച്ചാലും പ്രശ്നമാണ്. ചിലർക്ക് ഇത് ഗ്യാസിന്റെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാക്കും, ചിലർക്ക് നല്ല മിക്കവർക്കും ഉണ്ടാക്കും, ചിലപ്പോൾ കുട്ടികൾക്കും വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അത് കാരണം കൊണ്ട് ഇങ്ങനത്തെ ഫുഡൊക്കെ രാത്രി ഒഴിവാക്കുന്നതാണ് നല്ലത്. ഞാൻ 1-2 പ്രാവശ്യം അങ്ങനെ ചെയ്തിട്ട് എനിക്ക് ചെറിയ വയറുവേദനയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതേ പിന്നെ ഞാൻ രാത്രിയിൽ കപ്പ കഴിക്കുന്നതൊക്കെ ഒഴിവാക്കിയിട്ടോ. അതുകൊണ്ടാണ് ഇന്ന് ഉച്ചയ്ക്ക് ചെയ്യുന്നത്. കുറച്ച് ഞാൻ വാങ്ങിച്ചോളൂ, 1 കിലോ വാങ്ങിച്ചു, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ആക്ച്വലി ഇതിന്റെ, അതായത് നമ്മൾ ഇന്നലെ വാങ്ങിച്ച അതിന്റെ തലേ ദിവസം കണ്ടപ്പോൾ അവിടെ നിറച്ച് കപ്പ ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് എല്ലാം വിറ്റുപോയി.
ഞങ്ങൾ ഇന്നലെ ആടിപ്പാടി ചെല്ലുമ്പോഴേക്കൊക്കെ വിറ്റു പോയിട്ടുണ്ടായിരുന്നു. കിട്ടിയത് നല്ലത് നോക്കിയിട്ട് 1 കിലോനായിരുന്നു. അതുകൊണ്ട് അത് മതി, കുറച്ച് കഴിച്ചാൽ മതി. കുറച്ച് കഴിക്കുമ്പോൾ നമുക്ക് നല്ല സ്വാദ് തോന്നുന്നു അല്ലേ. ഒരുപാടുണ്ടാകുമ്പോൾ നമുക്ക് അങ്ങ് സ്വാദൊന്നും തോന്നില്ല, വലിയ വിലയൊന്നും കാണില്ല. കുറച്ച് കഴിക്കുമ്പോൾ നല്ലതായിരിക്കും. കുറച്ച് ഞാൻ വാങ്ങിച്ചോളൂ കേട്ടോ. ഗ്യാസ്ട്രിക് പ്രോബ്ലം ഉണ്ടായിരിക്കും ചിലർക്ക്. അപ്പൊ അത് കാരണം കൊണ്ട് നമുക്ക് ഇതിനകത്ത് ഒരു വെളുത്തുള്ളി വേണമെങ്കിൽ ഇത് വേവിക്കുന്ന സമയത്ത് ഒരു വെളുത്തുള്ളിയും കൂടിയും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ലാസ്റ്റ് ഇതായത് വെള്ളം ഊറ്റി കളഞ്ഞതിന് ശേഷം ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ. കാരണം എന്താ വെച്ചാലേ എനിക്ക് ഈ വക പ്രശ്നങ്ങളുള്ള കാരണം കൊണ്ട് പേടിയാണ്. ഇത് ഞാൻ ചതയ്ക്കുന്നതിലും ഇടാറുണ്ട്. അപ്പൊ വെളുത്തുള്ളി ചേർത്തിട്ടുണ്ടെങ്കിൽ ആ ഗ്യാസിന്റെ പ്രോബ്ലം ഒക്കെ വരാൻ സാധ്യത കുറവാണ്. പിന്നെ ഒരു വയറുവേദനയുടെ സീസൺ അങ്ങ് കഴിഞ്ഞതേ ഉള്ളൂ. 2-3 ദിവസം ഞാൻ കുറച്ച് വേദനയോട് കൂടിയിട്ടാണ് നടന്നിട്ടുണ്ടായിരുന്നത്. അത് എൻ്റെ തെറ്റാണ് കേട്ടോ, ആരുടെയും കുറ്റമല്ല. അപ്പൊ ഇനി ഇത് കഴിച്ചിട്ട് അടുത്ത വയറുവേദനയുടെ സെക്ഷൻ വരണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ പകല് നേരത്ത് ഇത് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഞാൻ നിറയെ തേങ്ങ എടുത്തിട്ടുണ്ട്, 2-3 കൈപ്പിടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 പച്ചമുളക്. എൻ്റെ മക്കള് ഒരുപാട് എരിവ് കഴിക്കില്ല, ഒരുവിധമൊക്കെ കഴിക്കും. അപ്പൊ ഞാൻ 2 പച്ചമുളക് ഇതിലേക്ക് ചതയ്ക്കാൻ ചേർക്കുന്നുണ്ട്. ജസ്റ്റ് ചതച്ചെടുക്കുള്ളൂ കേട്ടോ. 2 പച്ചമുളക്, പിന്നെ ഒരെണ്ണം നമ്മൾ ഇതിലിട്ടിട്ടുണ്ടല്ലോ, അത്ര മതി. പിന്നെ ഇതിനകത്ത് ഇനി മഞ്ഞൾപ്പൊടി ഇടണോന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം ഇതിലിട്ട മഞ്ഞൾപ്പൊടി കൂടുതലാണെന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ ചേർക്കുന്നില്ല. നിങ്ങളാണെങ്കിൽ ഇതിൽ വേണമെങ്കിൽ ഒഴിവാക്കിയിട്ട്, അല്ലെങ്കിൽ ഇതിലിച്ചിരി അങ്ങനെ ചേർത്തോട്ടോ. എനിക്കൊരു പേടിയുണ്ട് മഞ്ഞ കളർ കൂടി പോയോ എന്നുള്ളത് കേട്ടോ. അടുത്തത് കുറച്ച് കറിവേപ്പില ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. കറിവേപ്പില കണ്ടോ, ഞാൻ ഇങ്ങനെ മേലെ നിന്ന് ഓരോ തണ്ട് ഇതുപോലത്തെ ചെറുത് പൊട്ടിച്ചിട്ട് വെള്ളത്തിൽ ഇട്ട് വെക്കും. ഇതിപ്പോ ഉണ്ടല്ലോ 4-5 ദിവസമായിട്ട് ഇരിക്കുന്നതാണ് കേട്ടോ. ഫ്രഷ്നെസ് നോക്കി നിങ്ങൾ വെള്ളത്തിൽ ഇട്ട് വെച്ചാൽ മതി കേട്ടോ. തണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഈ സ്റ്റെം ഉണ്ടാവില്ലേ, സ്റ്റെമ്മൊന്നും ഉരിഞ്ഞെടുക്കരുത്. സ്റ്റെമ്മോട് കൂടിയിട്ട് വെള്ളത്തിൽ ഇട്ട് വെച്ച് നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കും കേട്ടോ. ഇങ്ങനെ ഓരോന്നോരോന്നേ ഞാൻ പൊട്ടിക്കുള്ളൂ മേലെന്ന്. അപ്പൊ അങ്ങനെ കറിവേപ്പില ചേർത്തു, പച്ചമുളക് ചേർത്തു. ഇനി ഒരു 4 ചെറിയുള്ളി, നമ്മൾ എടുക്കുന്ന തേങ്ങ അല്ലെങ്കിൽ കപ്പേരെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ചെറിയുള്ളി ചേർത്താൽ മതി. ഞാനൊരു 4-5 എണ്ണം മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ ഇതില് വെളുത്തുള്ളി ഒരെണ്ണം ആഡ് ചെയ്യാം. ഇല്ല, വെളുത്തുള്ളി ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, അപ്പൊ പിന്നെ ഇതിൽ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി ഇതൊന്ന് ജസ്റ്റ് ചതച്ചെടുത്തിട്ട് കൊണ്ടുവരാം. വെളുത്തുള്ളി വേണമെങ്കിൽ ഒരെണ്ണം ഇതിൽ ചേർക്കാം, വല്ലാണ്ട് ഗ്യാസ്ട്രിക് പ്രോബ്ലം ഒക്കെ ഉണ്ടെങ്കിൽ കേട്ടോ. അപ്പൊ ഞാൻ ചേർക്കുന്നില്ല, കാരണം ഇതിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ ഒരു തരി ജീരകം കേട്ടോ, ഒരു ചെറിയ ഫ്ലേവറിന് വേണ്ടി മാത്രം, ഒരുപാട് ചേർക്കില്ല കേട്ടോ ഞാന്. അപ്പൊ അതും കൂടി ചേർത്തിട്ടുണ്ട്. ഇത്ര ഐറ്റംസ് ഉള്ളൂ. ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തിട്ട് കൊണ്ടുവരാം. ഇങ്ങനെ നമ്മളെ പൾസ് ബട്ടൺ പ്രസ് ചെയ്തിട്ടാണ് ചതച്ചെടുക്കേണ്ടത്. അപ്പൊ ഇത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇന്നിവിടെ വെക്കാം. ഇത് നല്ല വേവുള്ള കപ്പയാണെന്ന് തോന്നുന്നു. ഇങ്ങനെ എന്താ പറയാ, കുഴയാത്ത തരം കപ്പയില്ലേ, ഇങ്ങനെ വടി പോലെ കിടക്കുന്ന സാധനം, അതുപോലത്തെയാന്ന് തോന്നുന്നു. അത്ര നന്നല്ല കേട്ടോ, കുഴഞ്ഞിരിക്കുന്നതാണ് എപ്പോഴും കപ്പ നല്ലത്. ഇതിങ്ങനെ വടി പോലെ കിടക്കുന്നുണ്ട്. കുറച്ചു നേരം കൂടി നമുക്ക് അങ്ങ് കുക്ക് ചെയ്ത് നോക്കാം. എന്നിട്ട് ആയില്ലെങ്കിൽ ഇങ്ങനെ തന്നെ എടുക്കേണ്ടി വരും. നമ്മൾ ഉദ്ദേശിച്ച ഫലം കിട്ടുമെന്ന് തോന്നുന്നില്ല കേട്ടോ. എന്താണെങ്കിലും കുഴപ്പമില്ല, കിട്ടിയതാവട്ടെ. ഇതൊക്കെ തന്നെ ഇവിടെ കിട്ടുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതായിരിക്കാം, എനിക്ക് അറിഞ്ഞൂടാ. എന്താണെങ്കിലും ഇവിടെ ഇതിന്റെ കൃഷിയും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ വരവ് സാധനം ഇത്രയൊക്കെ തന്നെ പ്രതീക്ഷിച്ചാൽ മതി കേട്ടോ. പക്ഷെ പച്ചക്കറിയൊക്കെ ഇവിടെ നല്ല ഫ്രഷ് ആയിട്ടുള്ളത് കിട്ടും കേട്ടോ. ഇത് വെന്ത് വരട്ടെ. ഇവിടെ ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ട്, ഇത് കണ്ടോ, അങ്ങനെ ചതച്ച് വെച്ചിരിക്കുന്നത്. ഇതിന് അത്യാവശ്യം മഞ്ഞ കളർ ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് പിന്നെ ഞാൻ അതിനകത്ത് മഞ്ഞൾപ്പൊടി യൂസ് ചെയ്യാഞ്ഞത്. പിന്നെ ഇത് വെന്ത് വരുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇന്നലെ കപ്പ വാങ്ങുന്നതിന്റെ കൂട്ടത്തിലേ 2 ഡ്രാഗൺ ഫ്രൂട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അങ്ങനെ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ വലിയ ഫാൻസ് ഒന്നല്ല, പ്രത്യേകിച്ച് ടേസ്റ്റും ഇല്ല. എന്താ പറയാ, പച്ചവെള്ളത്തിന് ഇതിരെ കഴിഞ്ഞ് ടേസ്റ്റ് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അപ്പൊ അത് കാരണം കൊണ്ട് ഇതിന്റെ ഫാൻ ഒന്നല്ല. പക്ഷെ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടപ്പോൾ അതിനകത്ത് റെഡ് കളറുള്ള ഡ്രാഗൺ ഫ്രൂട്ടിന് കുറച്ച് സ്വീറ്റ്നെസ് ഉണ്ടെന്ന് പറഞ്ഞു കേട്ടു. അപ്പൊ അത് ഞാൻ വൈറ്റ് ആണ് കഴിച്ചിരിക്കുന്നത്. അപ്പൊ അത് കാരണം കൊണ്ട് അത് ഉണ്ടോ ഇല്ലേ എന്നുള്ള അറിയാനുള്ള ഒരു ത്വര കാരണം കൊണ്ട് വാങ്ങിച്ചതാണ് കേട്ടോ ഡ്രാഗൺ ഫ്രൂട്ട് റെഡ്. അവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് റെഡ് ആയിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ റെഡ് ആണെന്ന് വിശ്വസിച്ചിട്ട് ഇത് വാങ്ങിച്ചത്. നമുക്ക് കട്ട് ചെയ്ത് നോക്കാം. നല്ല പഴുത്തിട്ടുണ്ട് കേട്ടോ. തൊടുമ്പോഴത്തേക്കും ഇങ്ങനെ പെട്ടെന്ന് കട്ടായി കേട്ടോ. ഇത് കണ്ടോ, നല്ല റെഡ് കളറ്. കാണുമ്പോൾ എന്ത് രസമാണല്ലേ കാണാനായിട്ട്. നല്ല റേറ്റ് ആണ് കേട്ടോ ഡ്രാഗൺ ഫ്രൂട്ടിന്. ഇങ്ങനെ പൊളിച്ചെടുക്കുമ്പോഴേ വരുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടോ, നല്ല പഴുത്തിട്ടുണ്ട്.
നമുക്ക് കഴിച്ച് നോക്കാം. കട്ട് ചെയ്യട്ടെ ആദ്യം. ഇപ്പം അറിയാം ഇതിന് മധുരമുണ്ടോ ഇല്ലേ എന്നൊക്കെ. ഇതിന് എന്തോ ഒരു രസമുണ്ട് കേട്ടോ. നല്ല പഴുത്തിട്ടാണ്. വായിലിടുമ്പോഴത്തേക്ക് ഇങ്ങനെ അലുത്ത് പോവാന്നൊക്കെ പറയില്ലേ, അതേപോലെ. ഇത് നല്ലതാ. നമ്മൾ വൈറ്റ് കഴിക്കുന്ന പോലെയല്ല കേട്ടോ ഇത് കഴിക്കാനായിട്ട്. ഇന്ന് എന്തോ എന്താ പറയാ, ഒരു ചെറിയ സ്വീറ്റ്നെസ് നമുക്കങ്ങനെ പൊട്ട ടേസ്റ്റ് അങ്ങനെയൊന്നും തോന്നില്ല കേട്ടോ. അല്ലെങ്കിൽ ഒന്നും ഇല്ലാത്ത, ഒരു വികാരം ഇല്ലാത്ത അവസ്ഥയൊന്നും തോന്നില്ല കേട്ടോ. ഇത് ആക്ച്വലി നല്ലതാ. അപ്പൊ ഇനി വൈറ്റിന് പകരം നിങ്ങൾ റെഡ് വാങ്ങിച്ചോ, നല്ലതാണ് കേട്ടോ. നമ്മളെപ്പോഴും ഉണ്ടല്ലോ ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ കളർഫുൾ ആയിട്ടുള്ള ഫ്രൂട്ട്സ് കഴിക്കണം എന്നാണ് പറയുന്നത്. മഞ്ഞ, ഓറഞ്ച്, റെഡ്, ഇതുപോലെ പിങ്ക്. ഇപ്പോൾ മുന്തിരി കഴിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു പർപ്പിൾ കളറ്, അങ്ങനെയുള്ള ഫ്രൂട്ട്സ് കഴിക്കണം എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ തനുകുട്ടിക്ക് ഇങ്ങനെ കളർഫുൾ ആയിട്ടുള്ള ഫ്രൂട്ട്സ് വാങ്ങിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിത് കട്ട് ചെയ്ത് ഇതേ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി. വെള്ള പ്ലേറ്റ് ആയ കാരണം കൊണ്ടേ കാണുമ്പോൾ എന്തൊരു ഭംഗിയാ. നമുക്ക് ലിപ്സ്റ്റിക് ഒക്കെ ഇടാൻ കേട്ടോ ഇത് വെച്ചിട്ട്. നല്ല കളറ്. ഞാൻ അടുത്തേക്ക് കൊടുന്ന് കാണിച്ചു തരാം കേട്ടോ. നല്ല ഡ്രാഗൺ ഫ്രൂട്ട് ആണ് കേട്ടോ ഇത്. വൈറ്റ് വാങ്ങാണ്ട് നിങ്ങൾ ഈ കളർ വാങ്ങിച്ചോ, നല്ല ടേസ്റ്റിയാണ്. ഞാൻ ഫസ്റ്റ് ടൈം വാങ്ങണോണ്ടാണ് ഈ ഒരു എക്സൈറ്റ്മെന്റ് കാണുന്നത് കേട്ടോ. ആക്ച്വലി തനുകുട്ടി പറഞ്ഞിട്ട് വാങ്ങിച്ചതാ. എനിക്ക് ആ വീഡിയോ കണ്ടപ്പോൾ തൊട്ട് മനസ്സിലുണ്ടായിരുന്നെങ്കിലും തനുകുട്ടിയാണ് അമ്മ നമുക്കത് വാങ്ങിക്കാം എന്ന് പറഞ്ഞ് എന്നെ ഇങ്ങനെ പ്രഷർ ചെലുത്തിയത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് വാങ്ങിച്ചതാണ്. പക്ഷെ അത് നന്നായി. ഇനിയിപ്പോൾ എന്താണെങ്കിലും റെഡ് ഡ്രാഗൺ ഫ്രൂട്ട് എന്തായാലും ഞാൻ വാങ്ങിക്കും. എല്ലാവരും കുറ്റം പറഞ്ഞ് അവസാനം ആ ഒരു വെറുപ്പിൻ്റെ അവസാനം നിന്നോട് എനിക്കൊരു ഇഷ്ടം തോന്നി എന്ന് പറയില്ലേ, അതുപോലെയാണ് ഇപ്പോൾ എനിക്ക് ഡ്രാഗൺ ഫ്രൂട്ടിനോടുള്ള ഇഷ്ടം. നല്ല ടേസ്റ്റ്, എന്തൊരു ഭംഗിയാണ് കാണാനല്ലേ. നല്ല ചകചകാന്നിരിക്കണം. ബ്ലഡൊക്കെ നന്നായിട്ട് കൂടുമെന്ന് തോന്നുന്നു ഇത് കഴിച്ചു കഴിഞ്ഞാൽ. എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. അവസാനം ഓങ്ങി നമ്മുടെ കപ്പ വെന്ത് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇതങ്ങനെ ഉടഞ്ഞു പോകുന്ന കപ്പയല്ല കണ്ടോ, ഇങ്ങനെ വടി പോലെ കിടക്കുന്ന സാധനമാണ് കേട്ടോ. അത്ര നേരമായി നമ്മളിട്ട് വേവിക്കുന്നു. എന്തെല്ലാം പണികൾ നമ്മൾ ഇതിൻ്റെ ഇടയിൽ ചെയ്തു, എന്നിട്ട് ഒന്നും ആയിട്ടില്ല. എന്താണെങ്കിലും ഞാൻ ഇനിയിപ്പോൾ ഇത് ഊറ്റിയെടുക്കാം. കൂടുതലിട്ട് ഇതുമ്മ പണിതിട്ട് കാര്യമില്ല. വെന്തിട്ടുണ്ട്. കഴിക്കുമ്പോൾ നമുക്ക് കഴിക്കുന്ന സമയത്ത് വെവ് തോന്നുന്നുണ്ട്. പക്ഷെ കാണുന്ന സമയത്ത് അങ്ങനെ ഉടയാതെ കിടക്കുന്ന പോലത്തെ കപ്പയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ തീ നിർത്തുകയാണ്. ഒന്ന് ഊറ്റിയെടുത്തിട്ട് കൊണ്ടുവരാം. ഇപ്പൊ വെളിച്ചെണ്ണയിലേക്ക് കപ്പയും കറിവേപ്പില ഇട്ടു. പിന്നെ നമ്മളിതാ ചതച്ചു വെച്ചിരിക്കുന്നത് ചേർക്കാണ് ഞാൻ. എന്നിട്ട് അവസാന ശ്രമം എന്നുള്ള നിലയ്ക്ക് നമ്മുടെ ഈ പൊട്ടറ്റോ മാഷറില്ലേ, ഇത് വെച്ചിട്ട് ഒന്ന് ഞെക്കി ഇടിച്ച് പരത്താനായിട്ട് നോക്കിട്ടോ, നടക്കുന്നില്ല. അവസാനം ശരത്തേട്ടനൊന്ന് കൈവച്ച് നോക്കാം എന്ന് പറഞ്ഞിട്ട് ശരത്തേട്ടനും വന്നു. പക്ഷെ അതിനൊരു ഉടവൊന്നുമില്ല കേട്ടോ, പൊടിയുന്ന പോലെ തോന്നുന്നു. ശരിക്കുള്ള കപ്പയൊക്കെ ഇനി എപ്പോഴെങ്കിലും നാട്ടിൽ പോകുമ്പോൾ കിട്ടുമ്പോൾ ഇതുപോലെ ചെയ്ത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ തൽക്കാലം ഇതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഈ കപ്പ അത്രേ വേവ് ഉള്ളു കേട്ടോ. അതായത് ഇങ്ങനെ കുഴഞ്ഞു പോകുന്ന ടൈപ്പിലുള്ളതല്ല. നമ്മൾ മാക്സിമം ട്രൈ ചെയ്തു. അപ്പൊ ഞാൻ ഇനി എന്താ ചെയ്യാൻ പോണെന്ന് വെച്ചാൽ ചെറുതാനും പറ്റാവുന്ന അത്രയും ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് വെളിച്ചെണ്ണ ഇതിന്റെ മേലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്ക് ഇത് അടച്ചു വെക്കാം കേട്ടോ. ഇനി നമുക്ക് കഴിക്കുന്ന നേരാകുമ്പോൾ മാത്രം ഇത് തുറന്നാൽ മതി കേട്ടോ. അപ്പൊ നല്ല മണമൊക്കെ വെളിച്ചെണ്ണ ഇറങ്ങിയിട്ട് നല്ല ടേസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടാവും. ഞാനൊന്ന് അടുത്തേക്ക് കാണിച്ചു തരാം. അപ്പൊ ഇതാണ് നമ്മുടെ കപ്പ വേവിച്ചത്. ഇതിപ്പോ വേവിച്ച് ഉടച്ചു എന്ന് പറയാൻ പറ്റില്ല അല്ലെ, കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതങ്ങ് ഉടഞ്ഞിട്ടില്ല, ഇത്രേ ആവുന്നുള്ളൂ കേട്ടോ. പക്ഷെ കഴിക്കുന്ന സമയത്ത് വേവ് ഉണ്ട് കേട്ടോ. നമുക്ക് കിട്ടണതല്ലേ ചെയ്യാനായിട്ട് പറ്റുള്ളൂ, നാട്ടിലെ ഒന്നല്ലല്ലോ, അതുകൊണ്ടാണ്. അപ്പൊ അതേ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാനിട്ട് വല്ലാതെ മിക്സ് ചെയ്യുന്നില്ല, കഴിക്കുന്ന നേരത്തെ എടുക്കുന്നുള്ളൂ കേട്ടോ. നമ്മുടെ മട്ടൻ കറിയെ ഞാൻ അവിടെ ഒന്നും കൂടി ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ശരിക്കും ഇതിൻ്റെ കൂടെ നല്ല മത്തി വറ്റിച്ചതോ മറ്റു മീൻ കറികളോ ഒക്കെയാണ് അടിപൊളി ടേസ്റ്റായിട്ട് വരുന്നത്. അല്ലെങ്കിൽ നല്ല കാന്താരി ചമ്മന്തി, ഉള്ളി ഉടച്ച ചമ്മന്തിയില്ലേ, അതൊക്കെ നല്ല ടേസ്റ്റിയാണ്. പക്ഷേ തൽക്കാലം നമ്മുടെ കയ്യിൽ മട്ടൻ കറിയാണ് ഉള്ളത്, അതുകൊണ്ട് അതാണ് നമ്മൾ ഇതിൻ്റെ കൂടെ കോമ്പിനേഷനായിട്ട് കഴിക്കുന്നത് കേട്ടോ. പിന്നെ നല്ല അസലൊരു കട്ട
കട്ടൻ ഇട്ടിട്ടുണ്ട്. എനിക്ക് കട്ടൻ ഭയങ്കര ഇഷ്ടമാണ്, പ്രത്യേകിച്ച് ഈ വക ഐറ്റംസിൻ്റെ കൂടെ കഴിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ കട്ടനും റെഡിയായി, നമ്മുടെ കപ്പയും റെഡി ആയിട്ടുണ്ട്, പിന്നെ മട്ടൻ കറിയും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കുഞ്ഞു വ്ളോഗ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്ത വ്ളോഗിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെയ്ക്കും നന്ദി, നമസ്കാരം.